സൗന്ദര്യത്തിന്റെ ദൈവിക ദൃഷ്ടാന്തമായി യഅ്കൂബ് നബിക്കും റാഹീലിനും പിറന്ന കുഞ്ഞോമനയാണ് യൂസുഫ് നബി. കുഞ്ഞു കുസൃതിയുമായി കഴിയവേ ഒരിക്കൽ കുഞ്ഞു യൂസുഫ് പിതാവിനോട് പറഞ്ഞു, "ഓ പിതാവേ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു." തന്റെ മകൻ അത്യുന്നങ്ങളിൽ വിരാജിക്കുകയും മാതാപിതാക്കളും സഹോദരങ്ങളും അദ്ദേഹത്തിന് സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുമെന്നും മനസ്സിലാക്കിയ പിതാവ് മകനോട് പറഞ്ഞു, "കുഞ്ഞുമോനെ, നീ കണ്ട സ്വപ്നം നിന്റെ സഹോദരങ്ങളോട് പറയരുത്. അവർ നിനക്കെതിരെ വല്ല തന്ത്രവും പ്രയോഗിക്കും." യൂസുഫ് നബിനോടും സഹോദരൻ ബിന്യാമീനോടും പിതാവിന് പ്രത്യേക മമതയുണ്ടായിരുന്നു. ഇത് മറ്റ് സഹോദരന്മാർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, "യൂസുഫും അവന്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് നമ്മളെക്കാൾ പ്രിയപ്പെട്ടവർ. നമ്മളാകട്ടെ പ്രബലമായ വിഭാഗമാണ്. നമ്മുടെ പിതാവ് വ്യക്തമായ പിഴവിൽ തന്നെയാണ്." പിന്നീടവർ സംഗമിച്ച് യൂസുഫിനെ വധിക്കാനോ അല്ലെങ്കിൽ തിരിച്ചുവരാൻ പറ്റാത്തിടത്തേക്ക് നാട് കടത്തുകയോ ചെയ്യാൻ പദ്ധതിയിട്ടു. അപ്പോൾ അവരിലൊരാൾ പറഞ്ഞു, "നിങ്ങൾ യൂസുഫിനെ കൊല്ലരുത്, അവനെ നിങ്ങൾ ആഴിയിലേക്കിടുക. ഏതെങ്കിലും യാത്രസംഘം അവനെ കണ്ടെടുത്തുകൊള്ളും." എല്ലാവരും ആ പദ്ധതിയെ ഏറ്റുപിടിച്ച് പിതാവിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, "പിതാവേ, താങ്കൾക്കെന്തുപറ്റി? യൂസുഫിന്റെ കാര്യത്തിൽ താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. ഞങ്ങളാകട്ടെ തീർച്ചയായും അവന്റെ ഗുണകാംക്ഷികളാണ്. നാളെ അവനെ ഞങ്ങളോടുകൂടെ അയച്ചു തരിക, അവൻ കളിച്ചുല്ലസിക്കട്ടെ. തീർച്ചയായും ഞങ്ങൾ അവനെ കാത്തുകൊള്ളാം." അവർ പിതാവിനോട് തങ്ങളോടൊപ്പം യൂസുഫിനെ ആടുമേക്കാനും കൂടെ ചേർന്ന് കളിക്കാനും വിടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ പിതാവ് പറഞ്ഞു, "നിങ്ങൾ അവനെക്കൊണ്ട് പോവുക എന്നത് എന്നെ ദുഃഖിതനാക്കുന്നു. നിങ്ങൾ അവനെപ്പറ്റി അശ്രദ്ധനായിരിക്കെ ചെന്നായ പിടിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു." അവർ പറഞ്ഞു, "ഞങ്ങളൊരു സംഘമുണ്ടായിട്ടും അവനെ ചെന്നായ പിടക്കുകയാണെങ്കിൽ ഞങ്ങൾ വലിയ പരാജിതരായിരിക്കും." യൂസുഫ് നബിയെ അവരുടെ കൂടെ അയച്ചപ്പോൾ കണ്ണിൽ നിന്നും മറയുന്നതുവരെ യഅ്കൂബ് നബി മകനെ നോക്കി നിന്നു. പിതാവിൽ നിന്നു മറഞ്ഞപ്പോൾ സഹോദരന്മാർ കുത്തുവാക്കുകൾ പറയുകയും ഗോഷ്ഠികൾ കാണിച്ചും യൂസുഫ് നബിയെ കുത്തിനോവിച്ചു. അവർ യൂസുഫിനെ കിണറ്റിലേക്കെറിയാൻ ഏകകണ്ഠമായി തീരുമാനമെടുക്കുകയും ആ കടും കൈ ചെയ്യുകയുമുണ്ടായി. തങ്ങളുടെ ഈ കഠോരകൃത്യത്തെപ്പറ്റി ഓർക്കാപ്പുറത്ത് അവരെ നീ അറിയിക്കുന്നതാണ് എന്ന് യൂസുഫ് നബിക്ക് കിണറ്റിൽ വെച്ച് അല്ലാഹു ബോധനം നൽകി. ഇത് വലിയൊരു സമാശ്വാസമായി തീർന്നു. കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വ്യംഗ്യഭാഷ്യം. സന്ധ്യ മയങ്ങിയപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പിതാവിനടുത്തെത്തി ഇങ്ങനെ ബോധിപ്പിച്ചു, "ബാപ്പാ, ഞങ്ങൾ ഓട്ടപ്പന്തയത്തിന് പോവുകയും യൂസുഫിനെ സാധനങ്ങൾക്കരികെ വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അവനെ ചെന്നായ തിന്നു." മുതലക്കണ്ണീരുമായി അവർ പിതാവിനടുത്തെത്തിയപ്പോൾ യൂസുഫ് നബിയുടെ ശരീരത്തിൽ നിന്നഴിച്ചെടുത്ത് അറുത്ത ആടിന്റെ രക്തം പുരട്ടിയ കുപ്പായം തെളിവിനായി അവർ സമർപ്പിച്ചു. പിതാവ് പ്രതികരിച്ചു, "നിങ്ങൾക്കൊരു കടും കൈ ഭംഗിയായി തോന്നി എന്നു മാത്രം. അത് ഭംഗിയായ ക്ഷമ തന്നെ." മദ്യനിൽ നിന്നും ഈജിപ്തിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘം അതുവഴി വരികയും അവരിലൊരാൾ വെള്ളം കോരുകയും ചെയ്തു. തൊട്ടിക്കിണറ്റിലിറക്കിയ അവൻ, "ഹാ, സന്തോഷം, ഇതാ ഒരു ബാലനെന്ന് വിളിച്ചുകൂവി." അവർ അവനെ കച്ചവടച്ചരക്കാക്കി വെച്ചു. മറ്റൊരായും അറിയിക്കാതെയും തുച്ഛമായ വിലക്ക് കുട്ടിയെ ഈജിപ്ത്യൻ അടിമച്ചന്തയിൽ വിറ്റു. കുട്ടിയുടെ കാര്യത്തിൽ അവർ വിമുഖരായിരുന്നു. ഈജിപ്തിലെ അന്നത്തെ റയ്യാൻ രാജാവിന്റെ ധനകാര്യമന്ത്രിയാണ് യൂസുഫിനെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയത്. അദ്ദേഹം ഭാര്യയോട് നിർദ്ദേശിച്ചു, "ഇവനു ആദരപൂർണമായ താമസ സൗകര്യം ഏർപ്പെടുത്തണം. നമുക്കിവൻ ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്ക് വളർത്തുപുത്രനാക്കാം." ഈ ദമ്പതികൾക്ക് മകനില്ലാത്തതിനാൽ വളർത്തുപുത്രനാക്കുന്ന കാര്യവും അവർ ചിന്തിച്ചു. യൗവനം പ്രഭിച്ച യൂസുഫിൽ അനുരക്തയായ സുലൈഖ ബിവി യൂസുഫ് നബിയെ വശീകരിച്ചു. വാതിലുകൾ കൊട്ടിയടച്ച് അവൾ കൽപ്പിച്ചു, "ഇങ്ങോട്ടു വാ." അദ്ദേഹം പ്രതികരിച്ചു, "അല്ലാഹുവിൽ ശരണം, യജമാനനായ അവൻ എന്റെ നിവാസം ഉദാത്തമാക്കിയിട്ടുണ്ട്. അക്രമികൾ വിജയം വരിക്കുകയില്ല, തീർച്ച." അവൾ അദ്ദേഹത്തെക്കൊണ്ട് ദുഷ്കൃത്യമുദ്ദേശിക്കുക തന്നെ ചെയ്തു. തന്റെ നാഥനായ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അതുദ്ദേശിച്ചിരുന്നേനെ. അവരിരുവരും വാതിലിനടുത്തേക്ക് മത്സരിച്ചോടുകയും അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് വലിച്ച് കീറുകയുമുണ്ടായി. തത്സമയം യാദൃച്ഛികയായി അവരുടെ ഭർത്താവ് വാതിൽക്കലുള്ളത് ഇരുവരും കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു, "താങ്കളുടെ സഹധർമ്മിണിയുമായി ഹീനകൃത്യം ചെയ്യാനുദ്ദേശിച്ച ഇവനെ ജയിലിലാക്കുകയോ വേദനാജനകമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയോ അല്ലാതെ മറ്റെന്ത് പ്രതിഫലം നൽകും?" യൂസുഫ് പ്രതികരിച്ചു, "എന്നെ പാട്ടിലാക്കാൻ അവൾ ശ്രമിച്ചത്." അവളുടെ കുടുംബത്തിലെ ഒരു സാക്ഷി ഇങ്ങനെ സാക്ഷ്യം വഹിച്ചു, "അവന്റെ കുപ്പായം മുൻവശത്താണ് കീറിയതെങ്കിൽ അവൾ പറഞ്ഞതാണ് സത്യം. അവൻ നുണയന്മാരിൽപ്പെട്ടു. ഇനി പിൻവശമാണ് കീറിയതെങ്കിൽ അവൾ നുണ പറഞ്ഞു. അവനാകട്ടെ സത്യവാൻമാരിലായി." അങ്ങനെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ അയാൾ ഭാര്യയോട് പറഞ്ഞു, "ഈ സംഭവം നിങ്ങളുടെ പെൺകുതന്ത്രങ്ങളിൽ പെട്ടതത്രേ. നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഗൗരവം തന്നെ. യൂസുഫ്, ഈ കാര്യം നീ അവഗണിച്ച് കളഞ്ഞേക്ക്. നീ ചെയ്ത പാപത്തിന് മോചനമർത്ഥിക്കുക. നീ മഹാപാപമനുവർത്തിച്ചവരിൽ അകപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു." അസീസിന് യാഥാർത്ഥ്യം ബോധ്യമായെങ്കിലും
അരമന രഹസ്യം കാക്കാൻ വേണ്ടി സംഭവം അവഗണിച്ചുകളയാൻ യൂസുഫിനോടദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ അരമന രഹസ്യം അങ്ങാടിയിൽ പാട്ടായി. പട്ടണത്തിലെ ചില കുലീന മഹിളകൾ പറഞ്ഞു, അസീസിന്റെ സഹധർമ്മിണി ഭൃത്യനെ പാട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. പ്രേമം കൊണ്ട് അവൻ അവളുടെ മനം കവർന്നിരിക്കുന്നു. ഇതറിഞ്ഞ് കുണ്ഠിതപ്പെട്ട സുലൈഖ അവരെ ക്ഷണിച്ച് ഒരു സദ്യയൊരുക്കി. പഴങ്ങൾ കത്തികൊണ്ട് മുറിക്കുന്നതിനിടക്ക് യൂസുഫ് നബിയെ അവർക്കിടയിലൂടെ കടത്തിവിട്ടു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെടുകയും സ്വകരങ്ങൾ അറിയാതെ മുറിപ്പെടുത്തുകയുണ്ടായി. അവർ പ്രതികരിച്ചു, ഇതൊരു മനുഷ്യനല്ല, വിശിഷ്ടനായ ഒരു മലക്ക് തന്നെയാണ്. അവൾ ഇടപെട്ടു, ഇവന്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നെ അധിക്ഷേപിക്കുന്നത്. ഞാൻ അവനെ പാട്ടിലാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന്റെ നിഷ്കളങ്കത പരിരക്ഷിച്ചു. എന്നാൽ കൽപ്പിക്കുന്നത് ചെയ്യുന്നില്ലെങ്കിൽ അറകളുള്ള ജയിലിൽ അടക്കപ്പെടുകയും ഹീനരിൽ ഉൾപ്പെടുകയും ചെയ്യും. തന്റെ റാണിയുടെ ദൃഢനിശ്ചയം യൂസുഫ് നബിയെ ഭയവിഹ്വലനാക്കി. അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവേ, ഇവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഹീനകൃത്യത്തേക്കാൾ എനിക്കിഷ്ടം ജയിൽ തന്നെയാണ്. പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. തെളിവുകൾ മനസ്സിലായ ശേഷവും കുറേക്കാലം അദ്ദേഹത്തെ ജയിലിലടക്കണമെന്ന് അവർക്ക് തോന്നി. 2 യുവാക്കളും അദ്ദേഹം ഒന്നിച്ച് ജയിലിൽ പ്രവേശിച്ചിരുന്നു. അവരിലൊരാൾ യൂസുഫ് നബിയോട് പറഞ്ഞു, ഞാൻ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതായി കിനാവ് കണ്ടിരിക്കുന്നു. അപരൻ വ്യക്തമാക്കി, തലയിൽ റൊട്ടി വഹിക്കുകയും അതിൽ നിന്നു പക്ഷികൾ തിന്നുകയും ചെയ്യുന്നതാണ് എന്റെ സ്വപ്നം. ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരൂ. താങ്കളെ ഒരു പുണ്യവാനായാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇമാം ഇബ്നു അബ്ബാസ് പറയുന്നു, ഹിബ്രു അടിമയായ യൂസുഫ് യജമാനത്തിക്കെതിരെ പീഡനശ്രമം നടത്തിയതിനാൽ ജയിലാക്കുകയാണ് എന്നു അങ്ങാടിയിലൂടെ കഴുതപ്പുറത്ത് കയറ്റിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ദഅവത്തിന്റെ ചില മൗലിക കാര്യങ്ങൾ ഉണർത്തിയ ശേഷം യൂസുഫ് നബി അവരുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയിച്ചുകൊടുത്തു. ജയിൽ സഹോദരരെ, നിങ്ങളിലൊരാൾ തന്റെ യജമാനന് വീഞ്ഞു വീണ്ടും കുടിപ്പിക്കുകയും എന്നാൽ മറ്റൊരാൾ കുരിശിലേറ്റപ്പെടുകയും അയാളുടെ ശിരസ് പക്ഷികൾ കൊത്തിതിന്നുകയും ചെയ്യുന്നതാണ്. ഇവരിൽ നിന്ന് ജയിൽ മുക്തനാകുമെന്ന് താൻ മനസ്സിലാക്കിയ ആളോട് യൂസുഫ് നബി ആവശ്യപ്പെട്ടു, യജമാന സന്നിധിയിൽ എന്നെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക. എന്നാൽ യജമാനനോട് അതുണർത്തുന്ന വിഷയം പിശാച് അയാളെ വിസ്മരിപ്പിച്ചു. അങ്ങനെ ഏതാനും വർഷം അദ്ദേഹം തടവറയിൽ കഴിച്ചുകൂട്ടി. ഒരിക്കൽ രാജാവ് പറഞ്ഞു, തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 തിന്നുകയും കൂടാതെ 7 വീതം പച്ചക്കുതിരുകളും ഉണക്കക്കതിരുകളും നാം സ്വപ്നം കണ്ടിരിക്കുന്നു. മന്ത്രിമാരോടും ഉപദേഷ്ടാക്കളോടും അന്വേഷിച്ചപ്പോൾ അവ ദുസ്വപ്നമാണെന്നും പറഞ്ഞ് തടിത്തപ്പി. തത്സമയം ജയിലിൽ നിന്നു മുക്തനായ വ്യക്തിക്ക് യൂസുഫ് നബിയുടെ കാര്യം ഓർമ്മ വരികയും ദർബാറിൽ ഉണർത്തുകയും ചെയ്തു. അവർ അയാളെ സ്വപ്നത്തിന്റെ വിശദീകരണത്തിനായി ജയിലിലേക്ക് അയക്കുകയും രാജാവും ദർബാറും പ്രജകളും അതിന്റെ വിശദീകരണം അറിയാൻ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയും ചെയ്തു. യൂസുഫ് നബി വ്യാഖ്യാനിച്ചു, 7 വർഷം തുടർച്ചയായി നിങ്ങൾ കൃഷി ചെയ്യണം. എന്നിട്ട് കൊയ്തെടുത്തവ ഭക്ഷിക്കാൻ അല്പമൊഴികെ ബാക്കി കതിരിൽ തന്നെ സൂക്ഷിച്ചുവെക്കുക. ശേഷം കഠിനക്ഷാമത്തിന്റെ 7 വർഷം വന്നെത്തും. മുൻ കരുതലായി നിങ്ങൾ സൂക്ഷിച്ചവ അക്കാലം തിന്നു തീർക്കുന്നതാണ്. കരുതലായി വയ്ക്കുന്ന സ്വൽപ്പമൊഴികെ. പിന്നീട് 1 കൊല്ലം വരും. അന്നു ജനങ്ങൾക്ക് സമൃദ്ധി കൈവരുന്നതും പിഴിഞ്ഞുണ്ടാക്കുന്നതുമായിരുന്നു യൂസുഫിനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കുക എന്ന് രാജാവ് ഉത്തരവിട്ടു. എന്നാൽ തന്റെ അടുത്ത് ദൂതനെത്തിയപ്പോൾ യൂസുഫ് നബി നിർദ്ദേശിച്ചു, നീ രാജാവിന്റെ അടുത്ത് തിരിച്ചു ചെല്ലുകയും പണ്ട് സ്വകാര്യങ്ങൾ മുറിപ്പെടുത്തിയ മഹിളകളുടെ നിലപാടെന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യണം. അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് തന്റെ നാഥൻ അറിവുള്ളവൻ തന്നെ. മഹിളകളെ വരിക, രാജാവ് ആരാഞ്ഞു. യൂസുഫിനെ പാട്ടിലാക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? അവർ പ്രതികരിച്ചു, അല്ലാഹു എത്ര പരിശുദ്ധൻ, അദ്ദേഹത്തെക്കുറിച്ച് ഹീനമായതൊന്നും ഞങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ടില്ല. സുലൈഖ ബീവി വ്യക്തമാക്കി, ഇപ്പോൾ യാഥാർത്ഥ്യം വെളിപ്പെട്ടിരിക്കുകയാണ്. യൂസുഫിനെ പാട്ടിലാക്കാൻ ശ്രമിക്കുകയായത് ഞാനാണ്. അദ്ദേഹം സത്യനിഷ്ഠരിൽപ്പെട്ടയാളാണ്. രാജാവ് ഉത്തരവിട്ടു, അദ്ദേഹത്തെ നമ്മുടെ അടുത്ത് ഹാജരാക്കുക. ഞാൻ അദ്ദേഹത്തെ എന്റെ വിശിഷ്ടനായി അംഗീകരിക്കട്ടെ. അങ്ങനെ യൂസുഫ് നബിയുമായി സംസാരിച്ചപ്പോൾ രാജാവ് അരുളി, താങ്കളിന്ന് നമ്മുടെ സവിധത്തിൽ ഉന്നതസ്ഥാനീയനും വിശ്വസ്തനുമാവുന്നു. അദ്ദേഹം അപേക്ഷിച്ചു, സാമ്രാജ്യത്തിന്റെ ഖജനാവുകൾ എന്നെ ഏൽപ്പിച്ചാലും ഞാനവ നന്നായി സംരക്ഷിക്കുന്നതാണ്. അതിനുള്ള പരിജ്ഞാനവും എനിക്കുണ്ട്. അങ്ങനെ അന്നാട്ടിൽ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എങ്ങും താമസിക്കാനാവുന്ന വിധം യൂസുഫ് നബിക്ക് നാം ആധിപത്യമേകി. യൂസുഫ് നബി സുചിന്തിതവും സ്പഷ്ടവുമായ ഭരണം കാഴ്ചവെക്കാൻ തുടങ്ങി. സർവ്വമേഖലകളിലും പുരോഗതി കൈവന്നു. നാട്ടിൽ സുഭിക്ഷിത കളിയാടി. ഇതിനിടെ രാജസ്വപ്നം പോലെ വരൾച്ച സംജാതമായി. ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവും വർദ്ധിച്ചു. അയൽനാടുകളിൽ നിന്നുപോലും ആളുകൾ ഭക്ഷ്യശേഖരം തേടി കൊട്ടാരത്തിലെത്തി. ഇതിനിടയിൽ യാക്കൂബ് നബിയുടെ മക്കളും കൊട്ടാരത്തിലെത്തി. യൂസുഫ് നബി സഹോദരങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുകയും കുടുംബവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. പോകാൻ നേരം ഒരു വ്യവസ്ഥ വെച്ചു. അടുത്ത തവണ വരുമ്പോൾ ബെന്യാമിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ധാന്യം തരില്ല.
ഞങ്ങൾ പിതാവിനോട് അപേക്ഷിക്കാം, ഞങ്ങളക്കാര്യം നിർവഹിക്കുക തന്നെ ചെയ്യും. യൂസുഫ് നബി സേവകന്മാരോട് കൽപ്പിച്ചു, ഇവർ ധാന്യവിലയായി കൊണ്ടുവന്നത് ഇവിടെ ഭാണ്ഡക്കെട്ടുകളിൽ തന്നെ നിക്ഷേപിക്കുക. സകുടുംബത്തിൽ മടങ്ങിയെത്തുമ്പോൾ അവരത് അറിഞ്ഞുകൊള്ളും. തന്മൂലം അവർ ഇനിയും വന്നേക്കാം. അങ്ങനെ പിതാവിനടുത്ത് മടങ്ങിച്ചെന്നപ്പോൾ അവർ ബോധിപ്പിച്ചു, ബാപ്പ, നമുക്ക് ധാന്യലബ്ധി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനുജൻ ബിന്യാമിനെ കൂടി ഞങ്ങളോടൊപ്പം അയക്കണം എങ്കിൽ ധാന്യം അളന്നു കിട്ടും. അവനെ ഞങ്ങൾ നന്നായി സംരക്ഷിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പ്രതികരിച്ചു, ഇവന്റെ സഹോദരൻ യൂസുഫിനെപ്പറ്റി പണ്ട് നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ ഇവന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഭക്ഷ്യധാന്യങ്ങൾക്ക് നൽകാനായി കൊണ്ടുപോയിരുന്ന വില തിരിച്ചുകിട്ടിയത് മുൻനിർത്തി വീണ്ടും പിതാവിനെ പ്രലോഭിപ്പിക്കുകയാണവർ. ബിന്യാമീൻ കൂടി വരികയേ വേണ്ടൂ. ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന ധാന്യം നിഷ്പ്രയാസം കിട്ടും. അസീസിനാകട്ടെ അതൊരു വലിയ അളവൊന്നുമല്ല താനും. അദ്ദേഹം പറഞ്ഞു, വല്ല ഗുരുതര വിപത്തിലും കുടുങ്ങിയാലൊഴികെ അവനെ എന്റെ അടുത്ത് തിരിച്ചെത്തിക്കുമെന്ന് അല്ലാഹുവിനെ പിടിച്ച് ഉടമ്പടി ചെയ്താലല്ലാതെ ഞാൻ അയച്ചു തരികയേയില്ല. അങ്ങനെ പിതാവിനോടവർ കരാർ ചെയ്തപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു, നാം പറയുന്ന ഈ ഉടമ്പടിക്ക് അല്ലാഹു സാക്ഷിയാകുന്നു. താൻ തുടർന്നു, മക്കളെ, നിങ്ങളെല്ലാവരും കൂടി ഒരു കവാടത്തിലൂടെ പ്രവേശിക്കരുത്. വ്യത്യസ്ത വാതിലുകളിലൂടെ വേണം പ്രവേശിക്കാൻ. അല്ലാഹുവിങ്കൽ നിന്നുള്ള യാതൊന്നും നിങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ബാപ്പ കൽപ്പിച്ച വിധം ഈജിപ്തിൽ കടന്നപ്പോൾ അല്ലാഹുവിങ്കൽ നിന്നുണ്ടാവുന്ന ഒന്നും തന്നെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല. തന്റെ മനസ്സിലെ ഒരാവശ്യം യാക്കൂബ് നബി നിർവഹിച്ചു എന്നു മാത്രം. നാം പഠിപ്പിച്ചുകൊടുത്തതുകൊണ്ട് വിജ്ഞാനി തന്നെയാണ് അദ്ദേഹം. അവർ യൂസുഫ് നബിയുടെ അടുത്ത് ചെന്നപ്പോൾ സ്വസഹോദരനെ അദ്ദേഹം തന്റെയൊപ്പം വസിപ്പിക്കുകയും ഇങ്ങനെ വെളിപ്പെടുത്തുകയുമുണ്ടായി, നിന്റെ സഹോദരൻ തന്നെയാണ് ഞാൻ. അവരുടെ ചേരികളെ സംബന്ധിച്ച് നീ ദുഃഖാകുലനാകേണ്ടതില്ല. യൂസുഫ് നബി ബിന്യാമീനെ തന്റെയൊപ്പം നിർത്തണമായിരുന്നു. അങ്ങനെ സേവകരോട് സഹോദരന്റെ ഭാണ്ഡത്തിൽ രാജാവിന്റെ അളവുപാത്രമിടാൻ കൽപ്പിച്ചു. സേവകർ രാജാവിന്റെ അളവുപാത്രം കളവുപോയതായി വിളംബരം ചെയ്തു. തങ്ങളാരും എടുത്തിട്ടില്ലെന്ന് ഒഴിവുകഴിവ് പറഞ്ഞെങ്കിലും ബിന്യാമിന്റെ ഭാണ്ഡത്തിൽ നിന്ന് കളവു മുതൽ കണ്ടെടുത്തപ്പോൾ അവർ വല്ലാതെ ഇളിഭ്യരായി. മോഷണം നടത്തിയവരെ 1 വർഷം പിടിച്ചുവെക്കുകയെന്നതായിരുന്നു കനാനിലെ ശിക്ഷ. ബിന്യാമീനെ കൂടാതെ കനാനിലേക്ക് തിരിച്ചു ചെല്ലുക എന്നത് അവർക്ക് അചിന്ത്യമായിരുന്നു. റൂബീൽ എന്ന സഹോദരനൊഴികെ ബാക്കിയുള്ളവർ നാട്ടിലേക്ക് പോയി. പിതാവിന്റെ മുന്നിൽ കഥകൾ വെളിപ്പെടുത്തി. പക്ഷേ ഇവയൊക്കെയും പിതാവിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. കരഞ്ഞുകരഞ്ഞ് കണ്ണുകലങ്ങി കാഴ്ച നഷ്ടപ്പെട്ടു. പ്രത്യാശയോടെ യാക്കൂബ് നബി മക്കളോട് യൂസുഫിനെയും ബിന്യാമീനെയും അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. സഹോദരവാർക്കുള്ളിൽ ധാന്യമായിരുന്നു മുഖ്യം. കൊട്ടാരത്തിലെത്തിയപ്പോൾ യൂസുഫ് നബി ചോദിച്ചു, അറിവില്ലാത്തവരായിരുന്ന കാലത്ത് നിങ്ങൾ യൂസുഫിനെയും സഹോദരനെയും എന്തു ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? അവർ ചോദിച്ചു, താങ്കൾ തന്നെയാണോ യൂസുഫ്? അദ്ദേഹം പ്രതികരിച്ചു, അതെ, ഞാനാണ് യൂസുഫ്. ഇതെന്റെ സഹോദരൻ ബിന്യാമീൻ. തുടർന്ന് സഹോദരങ്ങളെ തന്റെ കുപ്പായവുമായി കനാനിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ ശുഭവാർത്താവാഹകനെത്തിയപ്പോൾ ആ കുപ്പായം യാക്കൂബ് നബിയുടെ മുഖത്ത് വെക്കുകയും ഉടൻ താൻ കാഴ്ചയുള്ളവനാവുകയും ചെയ്തു. അങ്ങനെ അവർ യൂസുഫ് നബിയുടെ അടുത്തെത്തിയപ്പോൾ മാതാപിതാക്കളെ അദ്ദേഹം ആശ്ലേഷിച്ചു. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം സമാധാനപൂർണരായി നിങ്ങൾ ഈജിപ്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് അദ്ദേഹം സ്വാഗതമോദി. മാതാപിതാക്കളെ സിംഹാസനത്തിലിരുത്തി എല്ലാവരും തനിക്ക് സാഷ്ടാംഗ പ്രണാമമർപ്പിച്ചു. അദ്ദേഹം പ്രതിവചിച്ചു, എന്റെ വന്യപിതാവേ, ഞാൻ പണ്ടുകണ്ട കിനാവിന്റെ വ്യാഖ്യാനമാണിത്. എന്റെ നാഥനത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. യൂസുഫ് നബിയുടെ സ്വകുടുംബം ഈജിപ്തിൽ താമസിക്കുകയും 100-ാം വയസ്സിൽ വഫാത്താവുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.